സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകിക്കുന്നുവെന്നാരോപിച്ച് കേരള ഗവർണർക്കെതിരെ നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും ഗവർണറുടെ ഓഫീസിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും സുപ്രീം കോടതി നോട്ടീസ്. കേരള ചീഫ് സെക്രട്ടറിയും ടി.പി. രാമകൃഷ്ണൻ എം.എൽ.എയും ഫയൽ ചെയ്ത റിട്ട് ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർക്ക് ഇതൊരു നോട്ടീസ് അയക്കുക എന്നുള്ളതൊരു സാങ്കേതിക നടപടിക്രമമല്ലേ? വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും സാങ്കേതികമായിട്ടുള്ള നടപടിക്രമമാണെങ്കിലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. കാരണം കേരളം വാദിക്കുന്നത് ഈ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ അതിൽ ഒപ്പുവയ്ക്കുന്നില്ല. മാത്രമല്ല, ആ പാസാക്കിയ ബില്ലുകളിൽ 4 അത് രാഷ്ട്രപതിക്ക് അയച്ച് വൈകിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആക്ഷേപം. ഇതിൽ സുപ്രീം കോടതിയിൽ 4 കക്ഷികളെയാണ് ചേർത്തിരുന്നത്. ഗവർണറെയും കക്ഷി ചേർത്തിരുന്നു. ഗവർണറുടെ ഓഫീസിനെ കക്ഷി ചേർത്തുകൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അതിൽ പ്രതിപാദിച്ചിരുന്നത്. ഇതിൽ കേന്ദ്രത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിനും ഗവർണർക്ക് വേണ്ടിയിട്ട് ഗവർണറുടെ ഓഫീസിനും, അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കുമാണ് ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൽ ബംഗാളിൻ്റെ വിഷയം കൂടി പരിഗണിച്ചു. ആ ഘട്ടത്തിൽ മനു അഭിഷേക് സിംഗ്വിയാണ് ഇതിനു വേണ്ടിയിട്ട് ഈ കേസിൽ ബംഗാളിന് വേണ്ടിയിട്ട് ഹാജരായത്. ആ ഘട്ടത്തിൽ സിംഗ്വി വാദിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് ബംഗാൾ ഗവർണർ പറയുന്നത് ഈ ബില്ലുകളൊന്നും തൻ്റെ പക്കലില്ല, എല്ലാം ഒപ്പിട്ടയച്ചു അല്ലെങ്കിൽ തിരിച്ചയച്ചു എന്ന വാദമാണ്. പക്ഷേ അത് വസ്തുതാവിരുദ്ധമാണ് എന്നൊരു നിലപാട് ബംഗാളും എടുത്തു. അങ്ങനെ ഈ 2 കേസും ഒരുമിച്ചാണ് പരിഗണിച്ചത്. ഈ കേസ് സംസ്ഥാനത്തിന് നോട്ടീസ് അയച്ച് സംസ്ഥാനത്തിന്റെ ഹർജിയിൽ നോട്ടീസ് അയച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഉണ്ടാകും. നിയമസഭ പാസാക്കിയ ബില്ലുകൾ വൈകിപ്പിക്കുന്നുവെന്ന പരാതിയിലാണ് ഗവർണർക്കും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്.